വെൽക്കം ടു ലേണിനോ. ഇന്ന് നമ്മൾ IBPS RRB പ്രീവിയസ് റീസണിങ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്റ്റഡി ദ ഫോളോവിങ് ഇൻഫർമേഷൻ കെയർഫുള്ളി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. 10 persons sit around a circular table. All of them are face inside. The person sit between C and C. The person sits between C and F. 3 persons sit between C and F. അപ്പൊ നമ്മളിവിടെ വരച്ചിട്ടുണ്ട് സിക്കും എഫിനും ഇടയിൽ. സിക്കും എഫിനും ഇടയിൽ. അപ്പൊ നമ്മൾ സി ഓൾറെഡി ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സിക്കും എഫിനും ഇടയിൽ 3 പേഴ്സൺ. അപ്പൊ 3 സീറ്റ് വരച്ചു. സിയും എഫും വരച്ചു. സിയും എഫിന്റെ ഇടയിൽ 3 ആൾക്കാർക്ക് പ്ലേസ് ചെയ്തു. ജി സിറ്റ് സെക്കൻഡ് ദ ലെഫ്റ്റ് ഓഫ് എഫ്. ജി എന്ന് പറയുന്നത് എഫിന് ലെഫ്റ്റ് ആണ്. അപ്പൊ എഫ് ഓൾറെഡി നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എഫിന് 2 സീറ്റ് ലെഫ്റ്റിലാണ് ജി സിറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ജി ഇവിടെ മാർക്ക് ചെയ്തു. 2 പേഴ്സൺ സിറ്റ് ബിറ്റ്വീൻ ജി ആൻഡ് എ. ജിക്കും എക്കും ഇടയിൽ 2 പേഴ്സൺ ഉണ്ട്. അത് ഓൾറെഡി കിട്ടിയതാണ്. ഹു ഈസ് നോട്ട് ആൻ ഇമ്മീഡിയറ്റ് നൈബർ ഓഫ് സി. അപ്പൊ ജി എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് നൈബർ ഓഫ് സി അല്ല. എൽ സിറ്റ് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ഇ. എൽ എന്ന് പറയുന്നത് ഇയുടെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ആണ്. എൽ ഇക്ക് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ആണ്. നെയ്തർ ഓഫ് ദം ആർ ഇമ്മീഡിയറ്റ് നൈബർ ഓഫ് എ. ഇവരാരും എന്താണ് നൈബർ ഓഫ് എയുടെ അടുത്തല്ല, എയുടെ അടുത്തല്ല. ബി സിറ്റ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് കെ. കെക്ക് സെക്കൻഡ് റൈറ്റ് ആണ് ബി ഇരിക്കുന്നതെന്നൊരു ഇത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പൊ നമുക്ക് ബി സിറ്റ് സെക്കൻഡ് റൈറ്റ് ഓഫ് കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ 3 എണ്ണത്തിൽ നമുക്ക് ഇവിടെ കെ കൊടുക്കാം, 2 അപ്പുറം ബി കൊടുക്കാൻ പറ്റും. ഡി സിറ്റ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് സി. ഡി സിറ്റ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് സി എന്ന് പറഞ്ഞിട്ടുണ്ട്. സിയുടെ പ്ലേസ് ഓൾറെഡി ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഡി ഇതിന് ലെഫ്റ്റ്, തേർഡ് ടു ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ 1 2 3. അപ്പൊ ഡിയുടെ പൊസിഷൻ കിട്ടി. ഹു ഈസ് നോട്ട് ആൻ ഇമ്മീഡിയറ്റ് നൈബർ ഓഫ് എച്ച്. അപ്പൊ ഡി എന്ന് പറയുന്നത് ഡി സിറ്റ്സ് തേർഡ് ടു ലെഫ്റ്റ് ഓഫ് സി. ഹു ഈസ് നോട്ട് ആൻ ഇമ്മീഡിയറ്റ് നൈബർ ഓഫ് എച്ച് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എച്ച് സിക്ക് അടുത്തായിട്ടല്ല എന്നൊരു സൂചനയാണ് അതിൽ നമുക്ക് കിട്ടുന്നത്. How many persons sit between K and D when counted from left of K എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമ്മളിവിടെ ഇത് വീണ്ടും വരച്ചിട്ടുണ്ട്. പൊസിഷൻ നമുക്കൊന്ന് വരച്ചു നോക്കാം. ഓക്കെ, ഇപ്പൊ 10 persons സിറ്റ് അറൗണ്ട് എ സെപ്പറേറ്റ് ടേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ 10 സീറ്റുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. 10 സീറ്റുകൾ മാർക്ക് ചെയ്തു. ഓക്കെ, അതിനുശേഷം നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റാസ് ഏതാണ്? 3 persons സിറ്റ് ബിറ്റ്വീൻ സി ആൻഡ് എഫ്. സി ഇതാണ്. സിക്കും എഫിനും ഇടയിൽ 3 പേഴ്സൺ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. 3 സീറ്റ് ആരൊക്കെയാണെന്ന് നമുക്കറിയില്ല. 3 സീറ്റ് നമ്മൾ മാർക്ക് ചെയ്തു. അതിനുശേഷം പറഞ്ഞിരിക്കുന്നത് ജി ഈസ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് എഫ് എന്നാണ്. ജി എന്ന് പറയുന്നത് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് എഫ് എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ജിയുടെ പൊസിഷൻ ഇവിടെയാണെന്ന് മനസ്സിലായി. എല്ലാരും അകത്തേക്കാണ് ഫേസ് ചെയ്യുന്നതെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാരും സെന്ററിലേക്ക് ഫേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. എല്ലാരും സെന്ററിലേക്ക് ഫേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, ജി സെക്കൻഡ് ടു ലെഫ്റ്റ് ഓഫ് എഫ്. 2 persons സിറ്റ് ബിറ്റ്വീൻ ജി ആൻഡ് എ. ജിക്കും എക്കും ഇടയിൽ 2 പേരുണ്ട്. അപ്പം നമുക്ക് ഇവിടെ സി എഫ് ഒക്കെ കിട്ടിയിട്ടുള്ളായിരുന്നു. അപ്പൊ ജിക്കും എക്കും ഇടയിൽ എന്ന് പറയുമ്പോൾ എയുടെ പൊസിഷൻ ഇവിടെയാകാം, അല്ലെങ്കിൽ നമുക്ക്
ഇവിടെയും ആകാം. അപ്പൊ നമ്മൾ ഇവിടെ ജിക്കും എക്കും ഇടയിൽ 2 പേരുന്നുണ്ട്, ഇതാണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്നത് ഹു ഇസ് നോട്ട് ആൻ ഇമ്മീഡിയറ്റ് നെയ്ബർ സി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ പൊസിഷൻ വരില്ല. ഈ എ എന്ന് പറയുന്നത് ഹു ഇസ് നോട്ട് ആൻ ഇമ്മീഡിയറ്റ് നൈബർ ഓഫ് സി. അപ്പൊ നമുക്ക് ഈ പൊസിഷൻ കിട്ടില്ല. അപ്പൊ എയുടെ പൊസിഷൻ ഇത് തന്നെയാണെന്ന് ഉറപ്പിച്ചു. 2 persons sit between J and A who is not an immediate neighbor of C. L sit immediate left of E. L എങ്ങനെയാണ്? L sit immediate left of E ആണ്. അപ്പോൾ നമ്മൾ ഇയുടെ പൊസിഷൻ അത് നമുക്ക് അറിയില്ല എവിടെയാണെന്ന്. അപ്പൊ നമ്മൾ അത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. L sit immediate left of E എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. Neither of them are immediate neighbor of A. ഇവർ എല്ലും ഈ ഒന്നും നൈബർ ഓഫ് എ അല്ല. എ അതായത് ഇവിടെ അല്ല, ഇവിടെ വരില്ല, എയുടെ അടുത്ത് വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലിന്റെ ഇയുടെയും പൊസിഷൻ ഇവിടെ അടുത്ത് വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നീട് ബി സിറ്റ് സെക്കൻഡ് ദ റൈറ്റ് ഓഫ് കെ. ബി സിറ്റ് സെക്കൻഡ് ദ റൈറ്റ് ഓഫ് കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ കെയുടെയും ബിയുടെയും പൊസിഷൻ അറിയില്ല, പക്ഷെ നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാൻ പറ്റും. ഇവിടെ നമുക്കിവിടെ 3 പൊസിഷൻ ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പൊ കെ ബി കൊടുക്കാൻ പറ്റും, കെയും ബിയും കൊടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഡി സിറ്റ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് സി എന്ന് പറഞ്ഞിട്ടുണ്ട്. സി ഓൾറെഡി ഇവിടെ കിട്ടിയിട്ടുണ്ട്. തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് സി 1 2 3. ഇപ്പൊ ഡിയുടെ പൊസിഷൻ ഇവിടെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഹു ഈസ് നോട്ട് ആൻ ഇമ്മീഡിയറ്റ് നൈബർ ഓഫ് എച്ച്. ഇപ്പൊ എന്താണ് സി എന്ന് പറയുന്നതിന്റെ എച്ച്, സി എച്ചിന്റെ നൈബർ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് എച്ച് ഇവിടെ കൊടുക്കാം. പിന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? എല്ലും ഇയും എച്ചിന്റെ നൈബർ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എല്ലും ഇ, എല്ല് സിറ്റിമീറ്റർ ലെഫ്റ്റ് ഓഫ് ഇവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ എല്ലും ഇക്ക് നമുക്ക് ഇവിടെ ആയിട്ട് കൊടുക്കാം. അത് ഇവർ രണ്ടുപേരും എയുടെ നൈബേഴ്സ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ വെക്കാൻ പറ്റില്ല, ഇവിടെ ഒന്നും വെക്കാൻ പറ്റില്ല. ഇവിടെ മാത്രമേ അത് അസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇങ്ങനെയാണ് നമുക്കത് വരയ്ക്കാൻ പറ്റുന്നത്. ഹൗ മെനി പേഴ്സൺസ് സിറ്റ് ബിറ്റ്വീൻ കെ ആൻഡ് ഡി വെൻ കൗണ്ടഡ് ഫ്രം ലെഫ്റ്റ് ഓഫ് കെ. കെയിൽ നിന്ന് നോക്കുമ്പോൾ കെയ്ക്കും ഡി, കെയുടെ ലെഫ്റ്റിൽ നിന്ന് നോക്കുക. അപ്പൊ ഡിക്കും കെയ്ക്കും ഇടയില്, അതായത് ഇവിടെ ഈ കെയ്ക്കും ഡിക്കും ഇടയില് 1 2 3 പേഴ്സൺസ് അല്ലേ ഉള്ളത്? ആണ്, 3 പേഴ്സൺസ് ആണ് ഉള്ളത്. ഓപ്ഷൻ ബി 3 എന്നാണ് ഇവിടെ. ഓപ്ഷൻ ബി ആണ്, 3 പേഴ്സൺസ് ആണ് ഉള്ളത്. Who among the following is it third to the right of H? H in the right, third to the right. ഇങ്ങോട്ടേക്കാണ് നോക്കുന്നത്. റൈറ്റ് സൈഡ് ഇതാണ്. 1 2 3. ആൻസർ എന്ന് പറയും ഇ വരും. ഓപ്ഷൻ ഇ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. Which of the following statement is not true about B? അപ്പൊ എന്താണ്? Which of the following statement is not true about B എന്നാണ് പറഞ്ഞിരിക്കുന്നത്. B is second to the left of A. B is an immediate neighbor of F. B is second to the left of A. ഇത് ശരിയാണ്. ഒന്നാമത്തെ ശരിയാണ്. ബി ഈസ് ആൻ ഇമ്മീഡിയറ്റ് നൈബർ ഓഫ് എഫ്. ശരിയാണ്. ബി ഈസ് ആൻ ഇമ്മീഡിയറ്റ് നൈബർ ഓഫ് എഫ്. ശരിയല്ലേ? ഇമ്മീഡിയറ്റ് നൈബർ അല്ലേ? അതുപോലെ ബി സിറ്റ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് എ. ബി സിറ്റ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് എ. അതും ശരിയല്ലേ? രണ്ടാമതല്ലേ? അടുത്തത് ദ വൺ ഹു സിറ്റ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് ബി. ബി എവിടെ? ബി ഇതാണ്. ബിയുടെ മൂന്നാമത് റൈറ്റ് 1 2 3. എച്ച് ആണ് റൈറ്റ് വരുന്നത്. ഈസ് ആൻ ഇമ്മീഡിയറ്റ് നൈബർ ഓഫ് ഡി. യെസ്, ശരിയാണ്. അതും ശരിയാണ്. B is an immediate neighbor of the one who sits third to the left of E. B is an immediate neighbor of the one who is sit third to the left of B. 1 2 3. Of the one who sit third to the left of E. 1 2 3.
1 2 3 നോട്ട് ട്രൂ ആണ്. അത് ട്രൂ ആണ്. ട്രൂ അല്ല, നോട്ട് ട്രൂ ആണ്. ഓപ്ഷൻ ഡി ആണ് എന്റെ ആൻസർ. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് ബി, ഏതാണ് തെറ്റെന്നാണ്. അപ്പം ഈ നാലാമത്തെ ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത് ബി എന്ന് പറയുന്നത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ബി എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് ഡി ആണ്. അത് പിന്നെ ബി ഈസ് ആൻ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് ദ വൺ ഹൂ സിറ്റ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ഇ എന്നാണ്. ഇയുടെ തേർഡ് ലെഫ്റ്റ് വരുന്ന ആരാണ്? 1 2 3 എച്ച് ആണ് വരുന്നത്. എച്ച് ബിയുടെ നെയ്ബർ ആണോ? അല്ല. അപ്പൊ അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓപ്ഷൻ ഡി ആണ് ഇതിനകത്ത് വരുന്നത്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾക്കത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. From the 4 of the following 5 pairs are like in a certain way to so form a group, which of the following does not belong to the group എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എഫും ജിയും എന്താണ് ഗ്രൂപ്പ്? എഫ് ജി നടുക്കൊരാളാണുള്ളത് അല്ലെ. എച്ചും എല്ലും തമ്മിൽ നടുക്കൊരാളാണുള്ളത്. ഡിയും ഇയും നടുക്കൊരാൾ തന്നെയാണ്. ബി എ എന്ന് പറയുമ്പോൾ രണ്ടുപേരുണ്ട്. സോ ബി എ എന്ന് പറയുന്നത് എന്താണ്? ഇതിൽ കറക്റ്റ് ആയിട്ട് വരുന്നില്ല. എല്ലും സിക്കും ഇടയിൽ ഒരാളേ ഉള്ളൂ. സോ ആൻസർ വിൽ ബി എന്താണ്? ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. Who among the following person sit second to the left of C? സിക്ക് സെക്കൻഡ് ലെഫ്റ്റ് നിൽക്കുന്ന ആരാണ്? 1 2 എല്ലാണ് ആൻസർ ആയിട്ട് വരുന്നത്. എല്ലാണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത് നമുക്ക് പറഞ്ഞിരിക്കുന്നത് study the conclusion based on the following statement and select the appropriate answer ആണ്. ഒരു കൺക്ലൂഷൻ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. കൺക്ലൂഷൻ അതിനകത്ത് കറക്റ്റ് ഏതാണെന്ന് നോക്കുക. അതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എക്സ് ലെസ് ദാൻ ഡബ്ല്യു ലെസ് ദാൻ ഓ തന്നിട്ടുണ്ട്. എക്സ് ലെസ് ദാൻ ഡബ്ല്യു ലെസ് ദാൻ ഓ ആണ്. സോ ഇതിൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് ലെസ് ദാൻ ഓ എന്ന് കിട്ടും. ഓ ഈക്വൽ ടു എസ് എന്ന് തന്നിട്ടുണ്ട്. സോ എക്സ് ലെസ് ദാൻ എസ് എന്ന് കിട്ടും. അതുപോലെ തന്നെ എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി ആണ്. അപ്പോഴെന്താണ്? എക്സ് ലെസ് ദാൻ ടി ആകാം. എസ് ടിക്ക് ഈക്വൽ ആണ്, അല്ലെങ്കിൽ ടിയെക്കാട്ടും ഗ്രേറ്റർ ആകാം. ടി ലെസ് ദാൻ യു ആണ്. ടി ലെസ് ദാൻ യു ആണ്. സോ നമുക്കിവിടെ എന്ത് എഴുതി പോവാം? എക്സ് ലെസ് ദാൻ എന്താണ്? യു. ഓക്കെ, ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി. ആറ് ഈക്വൽ ടു ബി ആകാം, ആറ് ഗ്രേറ്റർ ദാൻ ബി ആകാം. അപ്പം നമുക്ക് യു ലെസ് ദാൻ എന്താകാം? ബി യു ആകാം. യു ഈക്വൽ ടു എന്താകാം? ബി യു ആകാം. എസ് ഗ്രേറ്റർ ദാൻ ബി. എസ് ഗ്രേറ്റർ ദാൻ വി ആണോ? എസ് ഗ്രേറ്റർ ദാൻ വി എന്നൊരു സ്റ്റേറ്റ്മെന്റിലേക്ക് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല, പറയുന്നില്ല. എസ് ഈക്വൽ ടു വി. എസ് ഈക്വൽ ടു വി എന്നും പറഞ്ഞിട്ടുണ്ടോ? ആർ ഈക്വൽ ടു ബി എന്ന് നമുക്ക്
കിട്ടുന്നുള്ളൂ. ആർ ഗ്രേറ്റർ ദാൻ ബി എന്നും ആർ ഈക്വൽ ടു ബി എന്നുമേ കിട്ടുന്നുള്ളൂ. എസ് ഈക്വൽ ടു ബി എന്നോ എസ് ഗ്രേറ്റർ ദാൻ ബി എന്നോ നമുക്ക് ഇതിൽ നിന്ന് കിട്ടത്തില്ല. രണ്ടും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, കൺക്ലൂഷൻ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കുമ്പോഴത്തേക്കും എം ഗ്രേറ്റർ ദാൻ ഇ ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ, ഇത് രണ്ടുമാണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. എം ഗ്രേറ്റർ ദാൻ ഇ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ നമുക്കിവിടെ ഓരോ തന്നിരിക്കുന്നത് എഴുതാം. എ ഈക്വൽ ടു ഇ ആണ്. ഇ എന്താണ്? ലെസ് ദാൻ എഫ് എന്ന് തന്നിട്ടുണ്ട്. എഫ് ലെസ് ദാൻ ജി ആണ്. ജി എന്താണ്? ജി ഗ്രേറ്റർ ദാൻ എൽ ആണ് അല്ലെ. എൽ ഈക്വൽ ടു എം ആണ്. അപ്പൊ ജി ഗ്രേറ്റർ ദാൻ എം ആകാം. ഓക്കെ, ഇനി നമുക്ക് പറഞ്ഞിരിക്കുന്നത് എം ഗ്രേറ്റർ ദാൻ എച്ച്, എം ഗ്രേറ്റർ ദാൻ എച്ച് ആണ്, ലെസ് ദാൻ ബി ലെസ് ദാൻ കെ എന്നാണ് തന്നിരിക്കുന്നത്. എം ഗ്രേറ്റർ ദാൻ ഇ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആണോ? എം ഗ്രേറ്റർ ദാൻ ഇ എന്താണ്? ഫാൾസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. എം ഗ്രേറ്റർ ദാൻ ഇ എന്ന് നമുക്കിവിടെ കിട്ടത്തില്ല. അതുപോലെ തന്നെ പറഞ്ഞേക്കുന്നത് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ആണോ എന്നാണ്. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ല, എ നമുക്ക് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ആണെന്ന ഓപ്ഷൻ തന്നിരിക്കുന്നു. അതും നമുക്ക് എന്താണ്? തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് എന്താണ്? നെയ്തർ ഓപ്ഷൻ ഡി ഇ ആണ്. നെയ്തർ കൺക്ലൂഷൻ 1 nor 2 is false. അടുത്തത് നമുക്ക് ബി ലെസ് ദാൻ എ ആണ്. പിന്നെ നമുക്ക് എന്താ കിട്ടും? ബി ലെസ് ദാൻ സി എന്നും കിട്ടും. ഈക്വൽ ടു സി ആണ്. എ ഈക്വൽ ടു സി എന്ന് തന്നിട്ടുണ്ട്. എ ഈക്വൽ ടു സി ആണ്. സോ ബി ലെസ് ദാൻ എന്താണ്? സി എന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് സി ലെസ് ദാൻ ഡി ആണ്. സി ലെസ് ദാൻ ഡി ആണ്. ഡി ലെസ് ദാൻ ഇ ആണ്. ഇ എന്ന് പറയുന്നത് എന്താണ്? ഗ്രേറ്റർ ദാൻ കെ ഈക്വൽ ടു എം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇ ലെസ് ദാൻ എന്താണ്? എമ്മും ആണ്. ഇ ഗ്രേറ്റർ ദാൻ എം ആണ്. ഇ ഗ്രേറ്റർ ദാൻ കെ, ഇ ഗ്രേറ്റർ ദാൻ എം. ഇനി നമുക്ക് ഇ ഗ്രേറ്റർ ദാൻ എന്താണ്? എഫും കിട്ടും. എം ഗ്രേറ്റർ ദാൻ എഫ് തന്നിട്ടുണ്ട്. അതുപോലെ കെ ഗ്രേറ്റർ ദാൻ എഫ് കിട്ടും. ഇവിടെ ചോദിച്ചിട്ടുള്ള കൺക്ലൂഷൻ എന്ന് പറയുന്നത് ബി ലെസ് ദാൻ ഇ. ബി ലെസ് ദാൻ ഇ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, ബി ലെസ് ദാൻ ഇ ആണ്. ശരിയാണ്. ബി ലെസ് ദാൻ ഇ എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള കൺക്ലൂഷൻ ആണ്. എ ഗ്രേറ്റർ ദാൻ എം. എ ഗ്രേറ്റർ ദാൻ എം കിട്ടുമോ? ഇല്ല. സോ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? ഓൺലി കൺക്ലൂഷൻ 1 ആണ് ഫോളോ ചെയ്യുന്നത്. അടുത്ത സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. എച്ച് ലെസ് ദാൻ ജി എന്ന് തന്നിട്ടുണ്ട്. എച്ച് ഈക്വൽ ടു ജി ആണ്. ഓക്കെ, അതുപോലെ എച്ച് ഈക്വൽ ടു ബിയും എച്ച് ലെസ് ദാൻ ബിയും വരും.
ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതുപോലെ നമുക്ക് എച്ച് ലെസ് ദാൻ ഇ ആണ്, പിന്നെ ലെസ് ദാൻ കെ ഓർ ഈക്വൽ ടു ആണ്, എഫ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം ഗ്രേറ്റർ ദാൻ എൻ നോട്ട് ഈക്വൽ ടു 0. ഈ രീതിയിലാണ് പോകുന്നത്. ഇപ്പൊ എച്ച് ലെസ് ദാൻ ഇ എന്ന് പറഞ്ഞിട്ടുണ്ട്. യെസ്, ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. അതാണ് ഇവിടെ നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. എച്ച് ലെസ് ദാൻ ഇ എന്ന് നമ്മൾ ഇതിൽ നിന്നെല്ലാം എഴുതാൻ പറ്റുമല്ലോ. എച്ച് ലെസ് ദാൻ ഇ ആണ്. ഓക്കെ, കിട്ടി. അടുത്തത് ഓ ലെസ് ദാൻ കെ ആണ്. യെസ്, ഇതാണ്ട് ഇവിടെ നമുക്ക് കെയും എൻ ഓയുടെ റിലേഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട്. കെ ആണ് വലുത്, എൻ ഓ എന്താണ്, കെ ഇങ്ങനെയാണല്ലോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. കെ വലുത്, ഓ ചെറുതാണ്. സോ ബോത്ത് 1 ആൻഡ് 2 രണ്ട് സ്റ്റേറ്റ്മെന്റും എന്താണ്, ട്രൂ എന്നുള്ള ഓപ്ഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഓപ്ഷൻ ഡിയിലാണ് ബോത്ത് കൺക്ലൂഷൻ 1 ആൻഡ് 2 ആർ ട്രൂ എന്ന് കിട്ടുന്നത്. അടുത്തത്, ഇൻ ദ വേർഡ് സ്നിച്ച്ഡ് vowels are replaced its previous letter and consonant are replaced with its next letter according to English alphabetical series. എന്താണ്? എസ് എൻ ഐ ടി സി എച്ച് ഇ ഡി ആണ്. വവൽസിനെ നമ്മൾ റീപ്ലേസ് ചെയ്ത് പ്രീവിയസ് ലെറ്റർ ആയിട്ട്. ഇപ്പം എസ് എൻ നമ്മൾ ഇതിനെ മാത്രം റീപ്ലേസ് ചെയ്യുക. എച്ച് ഐ ടി സി എച്ച് ഇ ഡി ആയിട്ട് വെച്ചു ഇങ്ങനെ. ആൻഡ് കൺസോണന്റിനെ നെക്സ്റ്റ് ലെറ്റർ ആയിട്ടാണ്. അപ്പൊ ഫിഗർ എസ് ടി കെലമെനോ എൻ ഒ എച്ച് അതുപോലെ എഴുതി. ഫിഗർ എസ് ടി യു എ ബി സി ഡി ഇ ഡി അതുപോലെ എഴുതി. ഇതിന്റെ അതുപോലെ എഴുതി. ഓക്കെ അല്ലേ? ഈ ഡി നമുക്ക് ഇ ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ നമുക്ക് ആഫ്റ്റർ അപ്ലൈഡ് ഗിവൺ കണ്ടീഷൻ എന്ത് കിട്ടും? TOHUDID എന്നിട്ട് TOHUDIDE എന്ന് കിട്ടും. എന്താണ്? ഹൗ മെനി ലെറ്റേഴ്സ് ആർ അപ്പിയർഡ് ടോയ്സ് ഇൻ ദ ന്യൂ അറേഞ്ച്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ഐ കൂടി വരുമായിരുന്നു. എച്ചിന്റെ നെക്സ്റ്റ് ലെറ്റർ എന്നാണ് ഐ ആണ്. സോ ഐ ഓൾസോ വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഹൗ മെനി ലെറ്റേഴ്സ് ആർ അപ്പിയർഡ് ടോയ്സ് ഇൻ ദ ന്യൂ അറേഞ്ച്മെന്റ്. എത്ര ലെറ്റേഴ്സ് 2 വട്ടം വന്നു പുതിയ അറേഞ്ച്മെന്റില്? ഡി 2 വട്ടം വന്നു അല്ലെ? അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എത്ര? ഡി മാത്രമേ 2 വട്ടം വന്നിട്ടുള്ളൂ. 1 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഡി മാത്രമാണ് 2 വട്ടം വരുന്നത്. 1 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സ്റ്റഡി ദ ഫോളോയിങ് ഇൻഫർമേഷൻ കെയർഫുള്ളി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ 6 പേഴ്സൺസ് ഉണ്ട്, ഡിഫറെന്റ് വെയിറ്റ് ഉള്ള. എന്താണ്? 6 പേഴ്സൺസ് പി ക്യു ആർ എസ് ടി യു ആർ ഡിഫറെന്റ് വെയിറ്റ്. ഫോർത്ത് ഹെവിയസ്റ്റ് പേഴ്സൺ വെയിറ്റ് is 64 kilogram. Q is lighter than Y. 2 persons between R and U whose weight is 51 kilogram. S is not heavier than P. അപ്പൊ നാലാമത്തെ ഹെവിയസ്റ്റ് ആയിട്ടുള്ള ആളപ്പം എത്ര പേരാ? 1 2 3 4 5 6. നാലാമത്തെ ആളുടെ വെയിറ്റ് 64 ആണ്. Q is lighter than T. T ഇവിടെ ആണെങ്കിൽ Q താഴെയാണ്. 2 person in between R and U. ആറിനും യുക്കും ഇടയിൽ എന്തുണ്ട്? 2 പേഴ്സൺ ഉണ്ട്. ഇപ്പൊ നമുക്ക് ഇവിടെ വരച്ചിട്ടുണ്ട്. ആറിനും യുക്കിനും ഇടയിൽ എത്രയുണ്ട്? 2 പേഴ്സൺസ് ഉണ്ട്. Whose weight is 51 kilogram. യുവിന്റെ വെയിറ്റ് 51 kilogram എന്നറിയാം. S is not heavier than P. S എന്ന് പറയുന്നത് heavier than P അല്ല. അപ്പൊ ഇത് S ഇവരുടെ രണ്ടിന്റെ നടുക്കാണ്. ഹൗ മെനി പേഴ്സൺസ് ആർ ലൈറ്റർ ദാൻ ആർ. ആറിനെക്കാട്ടിയും ലൈറ്റർ ആയിട്ട് 2 പേര്. ഇപ്പൊ ആൻസർ ഇവിടെ
സോറി, ലൈറ്റർ ദാൻ ആണ് 1 2 3. ലൈറ്റർ ദാൻ ആണ് 3 പേരാണ് വരുന്നത്. 3 പേരാണ് ലൈറ്റർ ദാൻ ചോദിച്ചു കഴിഞ്ഞാൽ വരുന്നത്. 3 പേര് വരും. ആറിനെക്കാട്ടിയും ലൈറ്റർ ആയിട്ട് PSU. AZDW ഇതിൽ നിന്ന് ഓൾഡ് 1 കണ്ടുപിടിക്കാനാണ്. AZDW GTMN JP. അപ്പൊ നോക്കാം. AZ എയും ഇസഡും ഉണ്ട്. നമുക്കറിയാം അത് A1 26 ഓപ്പോസിറ്റ് കിടക്കുന്ന ലെറ്റേഴ്സ് ആണ്. DW 1 2 3 4 A ആണ്. BCD. ഓക്കെ, ഇതും ഓപ്പോസിറ്റ് ആണ്. GT ഓപ്പോസിറ്റ് ആണോ? GTയും ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് ആണ്. MN ഓപ്പോസിറ്റ് ലെറ്റർ ആണ്. JP ഓപ്പോസിറ്റ് ലെറ്റർ ആണോ? JP ഓപ്പോസിറ്റ് ലെറ്റർ അല്ല. Pക്ക് ഓപ്പോസിറ്റ് ലെറ്റർ ആയിട്ട് വരുന്നത് K ആണ്. Pക്ക് ആൽഫബറ്റിക്സ് ഓർഡറിൽ എഴുതുമ്പോൾ ദാറ്റ് ഈസ് ABCDEFGHIJKLMNOPQRSTUVWXYZ ഇങ്ങനെ എഴുതുമ്പോഴത്തേക്ക് നമുക്ക് ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് ആയിട്ട് PK വരും. JP വരില്ല. ജെയുടെ ഓപ്പോസിറ്റ് Q ആണ് വരുന്നത്. സോ ഇവിടെ നമുക്ക് ആൻസർ C ആണ്. GT. ഇവിടെ നമുക്ക് JP ആണ് ആൻസർ ആയിട്ട് വരിക. JP ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് അല്ല. ജെയും Q ആണ് എന്ത് വരിക? ഓപ്പോസിറ്റ് ആയിട്ട് വരിക. ഓക്കെ, ഇപ്പൊ നമുക്ക് ഈ ഒരു സെക്ഷൻ ഇവിടെ തീർന്നിരിക്കുകയാണ്. നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് വേറൊരു ക്ലാസ്സിലൂടെ